ആകാശവാണി കോഴിക്കോട്. യുവവാണി. ഏവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും പുതിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്നത്തെ ലോകം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ ഇത്രയും കാലം സങ്കല്പിക്കാൻ പോലും ആകാതിരുന്ന തരത്തിലുള്ള പുത്തൻ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗവേഷണം തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും വിപ്ലവകരമായ പുരോഗതിക്ക് സഹായകമാകുന്ന വെർച്വൽ റിയാലിറ്റി എന്ന സാങ്കേതിക വിദ്യ ഇതിനോടകം തന്നെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ്. വിർച്വലായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരിടത്തേക്ക് നേരിട്ടെത്തിയ അനുഭവം 3D ടെക്നോളജിയുടെ സഹായത്തോടെ സാധ്യമാക്കുന്ന ഈ സങ്കേതം നമ്മുടെ എല്ലാം ചുറ്റുപാടുകളിൽ എത്തിത്തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇന്ന് യുവവാണിയിൽ വെർച്വൽ റിയാലിറ്റി തുറന്നു തരുന്ന അത്ഭുത ലോകം. ഇതേക്കുറിച്ച് കോഴിക്കോട് സൈബർ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഇലൂസിയ എന്ന കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ നൗഫൽ പിയുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖം കേൾക്കാം. 3D ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്ന റിയൽ അല്ലാത്തൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി. റിയാലിറ്റി എന്നാൽ യാഥാർത്ഥ്യം എന്ന് നമുക്ക് പറയാം. അപ്പോൾ റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ചോദ്യത്തിൽ തന്നെ കറക്റ്റ് അതിനകത്തൊരു ഉത്തരമുണ്ട്. കാരണം അത് റിയൽ ആണ് എന്നുള്ളതും ഇത് വെർച്വൽ ആണ് എന്നുള്ളതും. ശരിക്കും വെർച്വൽ റിയാലിറ്റി സാധാരണ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. വെർച്വൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പല ഫേക്കുകൾ നടന്നുകൊണ്ടിരിക്കാറുണ്ട്. ശരിക്കും നമ്മുടെ റിയൽ അല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു VR ഹെഡ്സെറ്റ് നമ്മളെ കണ്ണിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് വെക്കുന്ന ഫേസ്ബുക്കിൻ്റെ തന്നെ മെറ്റ ക്വസ്റ്റ് 2, അതേപോലെ തന്നെ അവരുടെ ഒരു പ്രോ വേർഷൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആപ്പിളിൻ്റെ വിഷൻ പ്രോ എന്ന് പറഞ്ഞിട്ട് ഡിവൈസുകൾ അവൈലബിൾ ആണ്. HTC Vive എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഹെഡ്സെറ്റുകളുണ്ട്. സാധാരണ VR ഹെഡ്സെറ്റ് ഇത് നമ്മൾ സാധാരണ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള VR ഹെഡ്സെറ്റുകളാണ് ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം അതിനകത്ത് ഒരു വളരെ നല്ലൊരു ഏരിയ ആണ്. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു സാധ്യത നമുക്ക് VR ഹെഡ്സെറ്റ് കൊണ്ട് അല്ലെങ്കിൽ VR ടെക്നോളജി കൊണ്ടുണ്ട്. അപ്പോൾ ഒരുപാട് മേഖലയുണ്ട്. അത് അതിലേക്ക് ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇതിനകത്ത് കടന്നു വരാത്തതും. ഇപ്പോൾ വെർച്വൽ റിയാലിറ്റി എന്ന് ശരിക്കും നമ്മൾ പറയുന്നത് നമ്മുടെ റിയൽ, ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയണം, നമുക്ക് താജ്മഹൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ താജ്മഹലിൻ്റെ അവിടെ പോയി അതിനകത്തൂടെ നടന്ന് അതിൻ്റെ ഓരോ മാർബിളുകളും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ തിരിച്ചു പോരുന്നത് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വെർച്വൽ റിയാലിറ്റി കൊണ്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ നമുക്ക് നടക്കാൻ ചലനശേഷി ഇല്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ കഴിയാതെ ഫണ്ടില്ലാത്തവരോ ഏത് ടൈപ്പ് ഓഫ് ആളുകളോ ആയിക്കോട്ടെ, ഇപ്പം നമുക്ക് എത്ര പേര് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് അവിടെ പോയി കണ്ട് ഇതിനെ ആസ്വദിച്ച് പോരാം. ഇത് 3D സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ ക്രിയേറ്റ് ചെയ്ത് ലോകത്തിലെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ പാർട്ടുകളുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഗ്മെൻറ്റ് റിയാലിറ്റീനെ കുറിച്ച് പറയുന്നത് ഒരു കണ്ടന്റിനെ നമ്മുടെ സ്പേസിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരെ ആ ഒരു സ്പേസിൽ പോയി നിന്ന് നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് പോകുന്ന ഫീലാണ്. ചന്ദ്രനിൽ പോയി നമ്മൾ അവിടുത്തെ ഒരു സ്പേസിൻ്റെ ബാക്കിയിലെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഫീല് ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ വെർച്വൽ റിയാലിറ്റി എന്നത് ഇപ്പോൾ ഈ രീതിയിലെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറയുന്നു. ആ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള അതിലുപരി ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്? ഇത് ശരിക്കും എക്സ്പീരിയൻസ്, അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു പ്രൈമറി ആയിട്ട് വരുന്ന ഒരു യൂസ് കേസ് മാത്രമാണ്. ശരിക്കും വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യ യൂസ് ചെയ്തുകൊണ്ട് സയൻസിനെ ബ്രെയിൻ ജോയിന്റ് ചെയ്തിട്ടുള്ളവരെ സെപ്പറേറ്റ് ചെയ്തതായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം ആഫ്രിക്കയിലുള്ള ഒരു കുട്ടിയുടെ ഒരു ബ്രെയിൻ സെപ്പറേറ്റ് ചെയ്ത് വെർച്വൽ സാങ്കേതിക വിദ്യ യൂസ് ചെയ്തുകൊണ്ടാണ്. ഡോക്ടേഴ്സ് അതിന് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കാരണം അവർ മെറ്റവേഴ്സിന്റെ ഒക്കെ സഹായത്തോടെ വിവിധ മേഖലകളിലുള്ള എക്സ്പേർട്ടുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ട് ഈ ഓപ്പറേഷൻ സക്സസ് ആക്കാൻ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ടെക്നോളജി സാങ്കേതിക വിദ്യയാണെന്ന് പറയുന്നുണ്ട്. ഇത് റിയലി നമുക്ക് പോസിബിൾ അല്ലാത്ത പല സാധനങ്ങളും പല സംഭവങ്ങളും ഇപ്പം നമുക്ക് നമ്മുടെ ഹ്യൂമൻ മെഡിക്കൽ രംഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്താനും അതിനൊരു ഓപ്പറേഷൻ ഒരു ട്രയൽ നടത്തണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് റിയലി പോസിബിൾ അല്ല. നമുക്ക് എത്ര ബോഡികളാണ് നമുക്ക്
കിട്ടുക നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതൊക്കെ ഇതിൻ്റെ വളരെ വലിയ സാധ്യതകളാണ്. അതേപോലെ തന്നെ ഒരു വലിയ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് അവിടെ എങ്ങനെയാണ് ആ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെർച്വൽ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതൊക്കെ ഇതിൻ്റെ റിയലി പോസിബിൾ അല്ല, അതിനൊരു സൊല്യൂഷൻ പോലും ഇല്ലാത്ത സാധനങ്ങളിൽ വെർച്വൽ റിയാലിറ്റി വരുന്നതുകൊണ്ട് ഒരു വലിയ മേഖല, വലിയൊരു സാധ്യത തുറന്നു വരികയാണ്. ഈ മേഖലയിൽ വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളാണല്ലോ താങ്കൾ. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ VR ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് അത് സഹായകരമാവുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകൾ താങ്കൾ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലൂസിയ ലാബ് എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് സൈബർ പാർക്കിലാണല്ലോ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെറ്റവേഴ്സ് ക്ലാസ് റൂം വിദ്യാഭ്യാസ മന്ത്രിയും ടൂറിസം മിനിസ്റ്ററായിട്ടുള്ള റിയാസ് മിനിസ്റ്ററും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്താണ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം. ഈ ഒരു ലാബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും മെറ്റവേഴ്സിനും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലാബാണ്. വെർച്വൽ എക്സ്പീരിയൻസ് ഓരോ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ അവിടെ എൻ്റർ ചെയ്യാനും അവർക്ക് ആ ഒരു സർവീസസ് യൂസ് ചെയ്യാനും. ഇപ്പോൾ അവരുടെ ലാബുകളിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് വെർച്വലി ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അവർ ഇപ്പോൾ കെമിസ്ട്രിയുടെ, ഫിസിക്സിൻ്റെ, ബയോളജീൻ്റെ ഒക്കെ ലാബുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ VR ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയ, എഡ്യൂക്കേഷൻ രംഗത്തുള്ള നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്നാണ്. ഇനിയിപ്പം അതേപോലെ തന്നെ കേരള പോലീസുമായി ബന്ധപ്പെടുത്തി നമ്മൾ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാഫിക് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു അവയർനെസ് കൊടുക്കുന്ന ഒരു ഗുഡ് ട്രാഫിക് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പ്രോജക്റ്റ്? ഈ പ്രോജക്റ്റ് നമ്മൾ ജനറലി ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു ഗെയിം രംഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രാഷ് ചെയ്യുന്ന രീതിയിലും വയലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മുടെ എപ്പോഴും ഗെയിമുകളിലൊക്കെ നമ്മുടെ ഒരു ക്രേസ് വരുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇടിപ്പിക്കുക അങ്ങനെ തുടങ്ങിയുള്ള സംഭവങ്ങൾ. അപ്പം അതൊന്ന് മാറി നമുക്കൊരു നല്ലൊരു ട്രാഫിക് ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ കേരള റോഡിലൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീലാണെന്നുള്ളതും അത് എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ അത് ഡെവലപ്മെന്റിലുള്ളത്, കേരള പോലീസുമായി സഹകരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ VR ഹെഡ്സെറ്റ് ഒന്നും അത്രത്തോളം പരിചിതമല്ല. അപ്പോൾ അത് എത്രത്തോളം കോസ്റ്റ്ലിയാണ്? VR ഹെഡ്സെറ്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നത്, VR ഹെഡ്സെറ്റ് ഇന്നിപ്പോൾ ഇൻട്രാക്ഷൻ പോസിബിൾ ആയിട്ടുള്ള, അതായത് ഫേസ്ബുക്കിന്റെ തന്നെ മെറ്റ ക്വസ്റ്റ് 2 എന്ന് പറയുന്ന ഒരു ഡിവൈസ്, അതേപോലെ തന്നെ അവരുടെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, പ്രോ വേർഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് അറൌണ്ട് 45,000 to 60,000 റേഞ്ചിലാണ്. 45,000 ആണ് കോസ്റ്റ് 2ന്റെ റേഞ്ച് വരുന്നത്. ഇതിന് താഴെ ജിയോന്റെ ഡിവൈസാണ്. പക്ഷെ അതൊന്നും ഇൻട്രാക്ഷൻ അത്ര പോസിബിൾ അല്ലാത്ത സാധനങ്ങളാണ്. ജസ്റ്റ് അവരുടെ കുറച്ച് വിഷ്വൽസ് കാണാൻ നല്ലാണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഒരു 300 റുപ്പീസിനൊക്കെ കിട്ടുന്നത്, ഇതൊന്നും ശരിക്കും റിയലി ഇതിനകത്ത് സ്റ്റോറേജും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇൻട്രാക്ഷൻ പോസിബിൾ അല്ലാത്ത കുറേ ഡിവൈസുകളാണ്. ഇത് നമ്മുടെ അറൗണ്ട് ഒരു 45,000 റുപ്പീസ് എങ്കിലും നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഡ്രോബാക്കും കൂടിയാണ് ഈ ഒരു ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനകത്ത്. പക്ഷേ നമ്മളിപ്പോൾ ആളുകളൊക്കെ 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിൻ്റെയൊക്കെ സ്മാർട്ട് ഫോണുകളും ഐഫോണുകളൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഇതിന് ഒരു മൾട്ടി യൂസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും നമ്മുടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഓരോ വീടുകളിൽ വരുന്നൊരു കാലം അതിവിദൂരമല്ല എന്തായാലും. ഇപ്പോൾ സാങ്കേതിക രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത് ഇനി VR ഹെഡ്സെറ്റുകളൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു കാലം. തീർച്ചയായിട്ടും. അപ്പോൾ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഒരാൾക്ക്, സാധാരണ ഒരു ആൾക്ക് പ്രയോഗത്തിൽ വരുത്താൻ കഴിയുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ, അപ്പോൾ ഒരു നമ്മുടെ വീടിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷണൽ കാര്യങ്ങൾക്ക്, അവരുടെ ലാബിൽ നടക്കുന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ അവരുടെ ക്ലാസ് റൂമിലേക്ക് അവർക്ക് കയറി ചെല്ലാനും മറ്റ് സ്റ്റുഡൻസിനെയൊക്കെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും അതിന് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഒരു സിസ്റ്റം വരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഷോപ്പിങ്ങിന് നമ്മളിപ്പോൾ പോകുന്നില്ല, ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് നമുക്ക് വെർച്വൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ഡിവൈസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിലാണ് നമുക്ക് ഈ അവരുടെ ഷോപ്പിൽ കയറി അവരുടെ നമ്മൾ പറയുന്ന സാധനം നമ്മൾ ശരീരത്തിൽ ഇട്ടാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളത് ഫിക്സ് ചെയ്ത് ഓക്കെ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുന്ന രീതിയിൽ ഈ ഒരു രീതി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിവൈസുകൾ ഉണ്ടാവണം. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഡിവൈസാണ്. ഇപ്പോൾ ജനറലി പറയാണ്ട് ചില പ്രൊഡക്റ്റുകളുടെ ഡെമോ അവർ വെർച്വൽ ഇതിനകത്തൊക്കെ ജസ്റ്റ് ലോഞ്ച് ചെയ്യാറുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ എങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ ഡിവൈസ് ഉണ്ടെങ്കിലേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ബെൻസിന്റെ ഒരു പുതിയ മോഡൽ
മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് അത് വെർച്വൽ എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ക്രേസിൽ ഒരാൾ VR ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ വാങ്ങി വെക്കും. അപ്പോൾ ഇതിനെ യൂസ് കേസ് കൂടുന്തോറും ആളുകൾ ഇത് പർച്ചേസ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഘട്ടം വരും. ജനറലി ഇതിന്റെ റേറ്റിനും കുറേ പുതിയ ആളുകളും ഇതിനകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ മാറ്റങ്ങൾ വരും. തീർച്ചയായിട്ടും ഇന്ത്യക്ക് പുറത്തൊക്കെ ലോകത്തെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത് എത്രത്തോളം കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട് VR എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറൗണ്ട് 7% ആണ് ഇപ്പോൾ US എന്താ പറയുക സൗദി അറേബ്യനൊക്കെ അവൻ്റെ ഒരു ആളുകൾ ഇത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരമുള്ളത്. ഇപ്പം ഇത് ഈ ഒരു രീതിയിൽ ആളുകൾ പർച്ചേസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ തന്നെ ജസ്റ്റ് ആപ്പിൾ വിഷൻ പ്രോൻ്റെ അഡ്വർടൈസ്മെന്റ് വന്നതോടുകൂടി അവരുടെ ഒരു ബീറ്റ വെർഷൻ റിലീസ് വന്നതോട് ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത്. ഇത് ടോട്ടൽ ഒരു ചേഞ്ചിന് കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും. കാരണം അതിനകത്ത് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്ന കേസുകളാണ്. ജനറലി ഒരു അപ്രോക്സ് എക്സാക്ട് കണക്കറിയില്ലെങ്കിലും ആവറേജ് എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവങ്ങളാണുള്ളത്. താങ്കളുടെ കമ്പനിയിൽ ഇപ്പോൾ ഏത് രീതിയിലാണ് VR-ന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? നമ്മൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ സർവീസ് ആണ് നമ്മൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. സാധാരണ CBSE സ്റ്റുഡൻസിന്, സ്റ്റേറ്റ് ലെവൽ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ അവരുടെ ലാബുകളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെന്നെങ്കിലൊക്കെ അവരുടെ ലാബുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വെർച്വൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു +1 സ്റ്റുഡൻറ്റിന് അവരുടെ ലാബുകളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടപ്പോൾ അവരുടെ കെമിസ്ട്രീൻ്റെ അല്ലെങ്കിൽ അവരുടെ മറ്റ് സയൻസ് സബ്ജക്ട്സുകളുടെ പാർട്ടുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി ഓരോ സ്റ്റുഡൻറ്റിന് അത് ലോഗിൻ ചെയ്ത് അവരുടെ ലാബിൽ കയറി അവർ ഓരോ പരീക്ഷണങ്ങളും നടത്തി അവർക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം. അപ്പോൾ അത് എന്തൊക്കെയാണ് മിക്സ് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ മിക്സ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊരു റിയലി ചെയ്യുന്നത് നമ്മൾ വെർച്വലി ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരള പോലീസുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്റീരിയർ ഡിസൈനിങ്ങുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഗംഭീരമായിട്ട് ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു വലിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഓരോ അപ്പാർട്ട്മെൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയൊക്കെയാണ് അവിടെ ഫർണിച്ചറുകൾ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അവരുടെ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ കളേഴ്സ് നമ്മൾ എന്ത് വേണം, അവിടെ മറ്റ് സെറ്റിങ്സുകൾ എന്തൊക്കെയായിരിക്കണം, ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫ്ലോറിൻ്റെ ടൈൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ കസ്റ്റമർ തന്നെയാണ്. അപ്പം അത് സാധാരണ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങി തീരുമാനിക്കുന്നതിന് പകരം വെർച്വൽ എക്സ്പീരിയൻസിലൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നമ്മുടെ ഓഫീസ് റൂമിലേക്ക് നമ്മുടെ ഗസ്റ്റുകൾ ഇപ്പം നമ്മൾ ഇമാജിൻ ചെയ്താൽ നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്ററെയും അതേപോലെ തന്നെ US പ്രസിഡന്റിനെയും നമ്മുടെ ഓഫീസ് റൂമിലെ നമ്മുടെ മുറിയിലേക്ക് ഇരുന്നാണ് നമ്മുടെ ബിസിനസ് കേൾക്കാൻ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് നമുക്ക് ഇത്തരത്തിലൊരു കോൺഫറൻസ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഇപ്പം ഇത്തരത്തിലുള്ള സൗകര്യങ്ങളാണ്, ഇത്തരത്തിലുള്ള ലെവലുകൾ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, സ്റ്റഡി മെറ്റീരിയലുകളെ ഓഗ്മെൻറ്റ് റിയാലിറ്റി ടെക്സ്റ്റ് ബുക്ക് ആക്കിയിട്ട് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് സ്റ്റുഡൻസ് ഒന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ നമ്മളിപ്പോൾ സൗദി ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിലാണ് ഉള്ളത്. ദുബായ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തി ഒരു ടൂറിസം റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഏരിയ എന്നുണ്ട്. ഇപ്പോൾ വെർച്വൽ ടൂർ വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിസ്റ്റംസ് നമുക്ക് ഇതിനകത്ത് നിന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലത്ത് തൊഴിൽ മേഖലയെ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് VR എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ആ മേഖലയിലേക്ക് ഒരു തൊഴിൽ സാധ്യത ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്ത് പഠിച്ചാലാണ് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? 2-3 മേഖലകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതിന് അത്രയും എഫേർട്ടും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് 3Dൻ്റെ ഒരു വലിയ ഏരിയ തുറന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ ഒരു ഷോപ്പിംഗ് മോൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 3D സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ 3D സോഫ്റ്റ്വെയർ അറിയുന്ന അല്ലെങ്കിൽ 3D ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം. അതിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഡെവലപ്മെന്റ് ഏരിയ തന്നെയാണ്. അതിനകത്ത് അൺറിയൽ എഞ്ചിൻ അതേപോലെ തന്നെ യൂണിറ്റി എന്ന് പറയുന്ന 2 സോഫ്റ്റ്വെയറുകളാണ് കുറച്ച് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ചെറുതായിട്ടുള്ള HXR എന്നൊക്കെ പറയുന്ന ചെറിയ സോഫ്റ്റ്വെയറിൽ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനമാണ് HXR എന്നൊക്കെ പറയുന്നത്. കോഡും കാര്യങ്ങളും കുറച്ചൊരു ലാംഗ്വേജ് സ്കിൽ അല്ലെങ്കിൽ ഒരു BCA ആ ഒരു ലെവൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് കുറച്ചും കൂടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ആ ഒരു മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഒരു പുതിയ ഇഷ്യൂ വരുമ്പോൾ അതിനെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണം
ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ ഉള്ള ഒരു സ്കില്ലുള്ളവർക്ക് അത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിരിക്കും, അവർക്കും ഇതിനകത്തേക്ക് കടന്നു വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കാലം VR-ന്റെയും AR-ന്റെയും ഒക്കെ ആണ് എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ല. അങ്ങനെ ആവട്ടെ. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ പ്രയോജനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അല്ലാതെ പൊതുജനത്തിനും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അല്ലേ? ഓക്കെ, അങ്ങനെ സാധിക്കട്ടെ. അങ്ങനെ അത്തരം ഒരു വലിയ ഏരിയ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ അതിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു പുതിയ സംഭവം വരുമ്പോൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതിന് മാറി അതിനകത്ത് നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അതിനകത്തേക്ക് വരും. നമ്മുടെ ജനറലി നമുക്ക് പോസിബിൾ അല്ലാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് പോസിബിൾ ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു. ഓക്കെ. വിർച്വൽ റിയാലിറ്റി തുറന്നു തരുന്ന അത്ഭുത ലോകം, ഇതേക്കുറിച്ച് കോഴിക്കോട് സൈബർ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഇലൂസിയ എന്ന കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ നൌഫൽ പിയുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിരവധി ടെലിവിഷൻ ഷോകളിലും മറ്റും പാടിയ ഗായികയും മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥിയുമായ ജസ്ലിയുടെ ഒരു മാപ്പിളപ്പാട്ടാണ് ഇനി. കൈടീനത്താൽ ഇബ്നു അബ്ബാസ് ഊരക്കുന്നു ഷഫിയുള്ള കഞ്ചകരുന്തുള വെഞ്ചിയരുൾ കൊടി പീഡിത്താരോ. കൈടീനത്താൽ ഇബ്നു അബ്ബാസ് ഊരക്കുന്നു ഷഫിയുള്ള കഞ്ചകരുന്തുള വെഞ്ചിയരുൾ കൊടി പീഡിത്താരോ. നിണ്ട് കട്ടിയവർ ദുഷ്ടക്കൂഫിർ വിഡ്ഢികളെ വെട്ടുവതും കട്ടിയവർ ദുഷ്ടക്കൂഫിർ വിഡ്ഢികളെ വെട്ടുവതും ചോടിത്താരോ. പീഡിത്താരോ അപ്പോൾ വീടുത്താരോ. കഠിനത്താൽ ഇബ്നു അബ്ബാസ് ഊരക്കുന്നു ഷഫിയുള്ള കഞ്ചകരുന്തുള വെഞ്ചിയരുൾ കൊടി പീഡിത്താരോ. കഠിനത്താൽ ഇബ്നു അബ്ബാസ് ഊരക്കുന്നു ഷഫിയുള്ള കഞ്ചകരുന്തുള വെഞ്ചിയരുൾ കൊടി പീഡിത്താരോ. നിണ്ട് കട്ടിയവർ ദുഷ്ടക്കൂഫിർ വിഡ്ഢികളെ വെട്ടുവതു കട്ടിയവർ ദുഷ്ടക്കൂഫിർ വിഡ്ഢികളെ വെട്ടുവതു ചോടിത്താരോ. പീഡിത്താരോ അപ്പോൾ വീടുത്താരോ. ചൊടിയരാം അബൂബക്കർ ഉസ്മാനും അലിയുമേ ചുരിതരാമീറോരും ഫാഗമേ നീലന്താരോ. ഉണ്ടേ സുത്താബു മർഹത്താബു പിൻമെത്തെ സുബൈറൊത്തിവർ സുത്താബു മർഹത്താബു പിൻമെത്തെ സുബൈറൊത്തിവർ സാലിസോരും പുലി കാലിതോരും നിണ്ടേ കാലിതോരും. കഠിനത്താൽ ഇബ്നു അബ്ബാസ് ഊരക്കുന്നു ഷഫിയുള്ള കഞ്ചകരുന്തുള വെഞ്ചിയരുൾ കൊടി പീഡിത്താരോ. കഠിനത്താൽ ഇബ്നു അബ്ബാസ് ഊരക്കുന്നു ഷഫിയുള്ള കഞ്ചകരുന്തുള വെഞ്ചിയരുൾ കൊടി പീഡിത്താരോ. നിണ്ട് കട്ടിയവർ ദുഷ്ടക്കൂഫിർ വിഡ്ഢികളെ വെട്ടുവതു കട്ടിയവർ ദുഷ്ടക്കൂഫിർ വിഡ്ഢികളെ വെട്ടുവതു ചോടിത്താരോ. പീഡിത്താരോ അപ്പോൾ വീടുത്താരോ. ഇതുവരെ കേട്ടത് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥിയായ ജസ്ലിയുടെ മാപ്പിളപ്പാട്ടാണ്. ഇന്നത്തെ യുവാണി ഇവിടെ സമാപിച്ചു. അവതരണം അമൃത. യുവവാണി സമാപിക്കുന്നു.